ഡയറ്റ് എടുക്കുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് വർക്കൗട്ടുകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ വെയിറ്റ് കുറയുന്നില്ല. ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമല്ലേ. ഇന്ന് വെയിറ്റ് ലോസ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൽ പലതും തെറ്റിദ്ധാരണകളാണ്. അപ്പൊ കോമൺ ആയിട്ട് കേൾക്കുന്ന 10 തെറ്റിദ്ധാരണകളും അതിന്റെ സത്യാവസ്ഥയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ പിന്നിലുള്ള സയൻസ് എന്താന്ന് കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. അപ്പോൾ ആദ്യത്തെ കാര്യം, കാലറി നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. കാലറി മാത്രമാണ് ഇമ്പോർട്ടന്റ് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ എല്ലാ കാലറികളും ഒരുപോലെയല്ല. അതായത് 200 കാലറി ചോക്ലേറ്റ്, 200 കാലറി ചിക്കൻ, 200 കാലറി വെജിറ്റബിൾ, ഇതിൽ നിന്ന് കിട്ടുന്ന എല്ലാ കാലറീസും ഒരുപോലെയാണോ? അല്ല. ഞാൻ വിശദീകരിച്ചു പറഞ്ഞുതരാം. ഈ 200 കലോറി ചോക്ലേറ്റിന് നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് ഷുഗർ കിട്ടും, ഗ്ലൂക്കോസ് കിട്ടും, എനർജി കിട്ടും. ഈ എനർജി പെട്ടെന്ന് ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ വരും, അത് പെട്ടെന്ന് കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ അടുത്ത് നമുക്ക് വിശക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ചോക്ലേറ്റ് കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് വിശക്കാൻ തുടങ്ങും. എന്നാൽ 200 ഗ്രാം ചിക്കൻ ആണ് നമ്മൾ കഴിച്ചെങ്കിലോ, അത് സ്ലോ ആയിട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് എനർജി നൽകുന്നത്. അപ്പോൾ അത് ഓവർ ഈറ്റിംഗ് തടയുകയാണ് ചെയ്യുന്നത്, അതായത് വിശപ്പ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സെയിം കാലറി കഴിച്ചു, ചോക്ലേറ്റ് കഴിച്ചപ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങി, എന്നാൽ ചിക്കൻ കഴിച്ചപ്പോൾ നമ്മുടെ വയറ് ഫില്ലായ പോലെ തോന്നി. ഒരേ സെയിം കാലറി കഴിച്ചിട്ടും അത് ശരീരത്തിൽ നടത്തുന്ന മാറ്റങ്ങളിൽ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ എപ്പോഴും കാലറി എണ്ണി കഴിക്കുന്നതിലും നല്ലത് എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണം കഴിക്കുന്നതാണ്. അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡേ ഉള്ളൂ. റിയൽ ഫുഡ് കഴിക്കുക, ഹോൾ ഫുഡ് കഴിക്കുക, ആപ്പിൾ പോലെ കഴിക്കുക. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ മെറ്റബോളിസത്തെ കൂട്ടും, ഫാറ്റ് ബേണിങ്ങിന്, വെയിറ്റ് ലോസിന് സഹായിക്കുകയും ചെയ്യും. അടുത്ത രണ്ടാമത്തെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ, നമ്മൾ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ, വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ ജിമ്മിൽ പോയിട്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ പലർക്കും അറിയാത്തൊരു കാര്യം എന്നുള്ളത്, നമ്മൾ മൂവ്മെന്റ് കൂട്ടുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. നമ്മൾ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. ക്ലീനിങ് ചെയ്യുന്നുണ്ട്, മറ്റു ജോലികൾ ചെയ്യുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്, വാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡെയിലി നമ്മൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട് അല്ലെ. നമ്മുടെ ശരീരത്തിലുള്ള കാലറിയുടെ 10% ഈ ഡെയിലി ആക്ടിവിറ്റിയിലൂടെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിനെയാണ് നാം നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജെനിസിസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? ഇപ്പൊ ഒരു ഫോൺ വിളിക്കുകയാണെങ്കിൽ നടന്നുകൊണ്ട് ഫോൺ വിളിക്കാം. നിങ്ങൾ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നടന്നിട്ട് പോകാം. അങ്ങനെ ചെറിയ ചെറിയ മൂവ്മെന്റുകളിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ കാലറി ബേൺ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ജിമ്മിൽ പോവണ്ട എന്നല്ല, ബാക്കിയുള്ള മൂവ്മെന്റുകൾ മാക്സിമം കൂട്ടാൻ നോക്കണം. അടുത്തൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, പ്രോട്ടീൻ കൂടുതൽ കഴിച്ചാൽ കുടവയറ് കൂടും എന്നുള്ളത്. അത് തെറ്റായ ഒരു കാര്യമാണ്. പ്രോട്ടീൻ കഴിച്ചാൽ അത് നമ്മുടെ മസിലിനെ സ്ട്രോങ് ആക്കും. ഇപ്പൊ മുട്ട, ചിക്കൻ പോലെയുള്ള, പനീർ പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് നമ്മുടെ മസിൽ കൂടാനും മസിൽ സ്ട്രോങ് ആവാനും സഹായിക്കും. നമ്മുടെ ഈ പ്രോട്ടീൻ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം അത് ദഹിപ്പിക്കാൻ തന്നെ കലോറി ബേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കലോറി ബേൺ ചെയ്യുന്നത് നമ്മുടെ ഫാറ്റ് ലോസിനെ സഹായിക്കും. അതുപോലെ അതായത് ഈ പ്രോട്ടീൻ കഴിക്കുമ്പോൾ അത് നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ നമുക്ക് നല്ല ഷേപ്പ് ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത്. നാലാമത്തെ ഒരു തെറ്റിദ്ധാരണ എന്നുള്ളത് ഉറക്കത്തെ കുറിച്ചാണ്. ഉറക്കവും ഫാറ്റ് ലോസും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതും തെറ്റായ ഒരു കാര്യമാണ്. ഉറക്കം എന്നുള്ളത് ഫാറ്റ് ലോസ് ജേണിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മുടെ ശരീരത്തിലെ എല്ലാ മെറ്റബോളിസവും കറക്റ്റ് ആയിട്ട് നടക്കാൻ ഉറക്കം അത്യാവശ്യമാണ്. അത് നമ്മുടെ ഹങ്കർ ഹോർമോണിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഈ ഉറക്കം കുറഞ്ഞാൽ നമുക്ക് ക്രേവിങ്സ് വരും, കൂടുതൽ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നും, ഓവർ ഈറ്റിംഗ് വരും. അപ്പോൾ നമ്മുടെ ക്രേവിങ്സ് ഒക്കെ കുറച്ചിട്ട് നമുക്ക് ക്രേവിങ്സ് ഒക്കെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ 7 to 8 hours നിർബന്ധമായിട്ടും ഉറങ്ങണം. ഉറങ്ങുന്നതിന്റെ 1 മണിക്കൂർ മുന്നേ നിർബന്ധമായിട്ടും ഫോണുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഉറക്കത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് ലോസ് ഇത് നല്ല രീതിയിൽ സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അടുത്തൊരു കാര്യം, ഫാറ്റിനെ പേടിയാണ്. നമ്മൾ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ കൊഴുപ്പുള്ള ആഹാരങ്ങൾ മുഴുവനായിട്ട് ഒഴിവാക്കണം എന്നാണ് പലരും വിചാരിക്കുന്നത്. എന്നാൽ കൊഴുപ്പ് 2 തരത്തിലുണ്ട്. ഹെൽത്തി ഫാറ്റും ഉണ്ട്, അൺഹെൽത്തി ഫാറ്റും. omega-3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ഹെൽത്തി ഫാറ്റ് ആണ്. ഇത് നമ്മുടെ ക്രേവിങ്സിനെ കുറയ്ക്കാനും വയറെപ്പോഴും ഫുള്ളായി നിൽക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഫാറ്റ് ബേണിങ്ങിന്, വെയിറ്റ് ലോസിനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് omega-3 ഫാറ്റി ആസിഡ്.
സാധാരണ അയില, മത്തി, ചൂര പോലെയുള്ള മീനുകളിലൊക്കെ ഈ omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ വെയിറ്റ് ലോസിന് നിർബന്ധമാണ്. ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുകൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവരും കഴിക്കണം. അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുകളാണ് ഒഴിവാക്കേണ്ടത്. നമ്മുടെ പാക്കറ്റ് ഫുഡുകളിൽ വരുന്നത്, അതുപോലെ ഒരുപാട് ഫ്രൈഡ് ഐറ്റംസ്, ഇതൊക്കെ അൺഹെൽത്തി ഫാറ്റുകളിൽ പെടുന്നു. അതൊക്കെ നിർബന്ധമായിട്ട് ഒഴിവാക്കുക. ഹെൽത്തി ഫാറ്റ് വരുന്ന ബദാം, നട്ട്സ്, മീനുകൾ ഇതൊക്കെ കഴിക്കുകയും ചെയ്യുക. അടുത്തൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് കലോറി കുറയ്ക്കലാണ് വെയിറ്റ് ലോസ് എന്നുള്ളത്. ഈ കലോറി കുറയ്ക്കുക എന്ന് പറയുമ്പോൾ മിക്കവരും ചെയ്യുന്നത് എന്താ? പട്ടിണി കിടക്കും, നന്നായിട്ട് ആഹാരം കുറയ്ക്കും. അങ്ങനെ പറ്റുമ്പോൾ എന്തു പറ്റും? നമ്മുടെ ഗട്ട് ഹെൽത്തിനെ കുറിച്ചോ അതേപോലെ ഗട്ടിലുള്ള ബാക്ടീരിയയെ കുറിച്ചോ ഒന്നും ആരും മൈൻഡ് ചെയ്യുന്നു പോലുമില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഗട്ട് ഹെൽത്ത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. നല്ല ദഹനം നടക്കണം, നല്ല മെറ്റബോളിസം ഉണ്ടാവണം, എന്നാൽ മാത്രമേ അത് ഫാറ്റ് ബേണിനെ സഹായിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്തു പറ്റും? ദഹനമില്ല, മെറ്റബോളിസം കുറഞ്ഞാല് ഫാറ്റ്, കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടാൻ തുടങ്ങും. അത് നമ്മുടെ വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കും, വണ്ണം കൂടും. അപ്പോൾ എന്ത് ചെയ്യണം? പ്രോബയോട്ടിക്കുകളായിട്ടുള്ള തൈര്, യോഗേട്ടുകളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഫെർമെന്റഡ് ഫുഡുകൾ, ദോശ, ഇഡ്ഡലി, നമ്മൾ പുളിപ്പിച്ച് കഴിക്കുന്ന ആഹാരങ്ങൾ, അതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഒരുപാട് ഫൈബേഴ്സ്, വെജിറ്റബിളില്, ഫ്രൂട്ട്സിലൊക്കെ നല്ല ഫൈബേഴ്സ് ഉണ്ട്, അതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, പലരുടെയും തെറ്റിദ്ധാരണ, തെറ്റായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സ്ട്രെസ്സും വെയിറ്റ് ലോസും തമ്മിൽ ബന്ധമില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ അതും തീർത്തും തെറ്റാണ്. സ്ട്രെസ് നിങ്ങളുടെ വെയിറ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. നിങ്ങൾ നന്നായിട്ട് ഡയറ്റ് എടുക്കുന്നുണ്ട്, നന്നായിട്ട് വർക്കൗട്ടുകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ വെയിറ്റ് ലോസ് ചെയ്യുന്നില്ല, വെയിറ്റ് അതുപോലെ നിൽക്കുകയാണ്, ഒട്ടും വണ്ണം കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ സ്ട്രെസ് ലെവല് ചിന്തിക്കണം. നിങ്ങളുടെ ടെൻഷൻ എത്രത്തോളം ഉണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ സ്ട്രെസ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്നൊരു ഹോർമോണിന്റെ അളവ് കൂടും. ഈ കോർട്ടിസോൾ ഹോർമോൺ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണ് ശരീരത്തിൽ കൊഴുപ്പ് ശേഖരിച്ചു വെക്കുക എന്നുള്ളത്. അപ്പോൾ സ്ട്രെസ് നമ്മൾ നിർബന്ധമായിട്ടും മാറ്റിവെക്കണം, കുറയ്ക്കണം. അതിനായിട്ട് നിങ്ങൾക്ക് യോഗ പരിശീലിക്കാം, പ്രാണായാമങ്ങൾ പരിശീലിക്കാം, ഡാൻസ്, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് അത് ചെയ്യുക. മാക്സിമം ചിരിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാം. എന്താണോ നിങ്ങളെ സ്ട്രെസ് കുറയ്ക്കുന്നത് ആ കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്യാൻ നോക്കുക, എന്നിട്ട് സ്ട്രെസ് കുറയ്ക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഫാറ്റ് ലോസ് ജേണി സസ്റ്റൈനബിൾ ആയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അടുത്തൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ലോ ഫാറ്റ് ഫുഡ് ഒരുപാട് കഴിക്കുക എന്നുള്ളത്. ഈ ലോ ഫാറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതൽ വരിക. അതായത് നമ്മൾ ബേക്കറികളിൽ കിട്ടുന്ന കേക്ക്, ചെറിയ ചെറിയ മിഠായികള്, കവറിൽ പൊതിഞ്ഞു വരുന്ന ചെറിയ മിഠായികള്, അതിലൊക്കെ നന്നായിട്ട് ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് ഉണ്ട്. പ്രോസസ്ഡ് ഫുഡുകളൊക്കെ അതുപോലെ നല്ലതല്ല. അതൊക്കെ നമ്മുടെ ശരീരത്തിൽ വണ്ണം കൂടാനും നമ്മൾ കൊഴുപ്പൊക്കെ കൂടാനും ഒക്കെ ഇത് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഫുഡുകളൊക്കെ ഒഴിവാക്കണം. കൂടുതലായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. എപ്പോഴും വോൾ ഫുഡ് ഭക്ഷണത്തിൽ അതുപോലെ ആയിട്ട് റിയൽ ഫുഡുകൾ കഴിക്കാം. ഇപ്പൊ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സ് അതുപോലെ കഴിക്കാൻ നോക്കുക, നട്ട്സ് അതുപോലെ കഴിക്കാം, ധാന്യങ്ങൾ, മുഴുധാന്യങ്ങൾ ഉണ്ടാവും, തവിടുള്ള അരി കഴിക്കുക. അങ്ങനെ മുഴുധാന്യങ്ങൾ, മില്ലറ്റ്സുകളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക എന്നുള്ളത്. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് വെയിറ്റ് ലോസിൽ. ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിച്ചാൽ മതിയാണ് ചിലർ വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, അത് നമുക്ക് ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കാൻ കാരണമാകും. ഈ നമ്മുടെ ശരീരത്തിൽ ഈ ജലാംശത്തിന്റെ അളവ് കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസം സ്ലോ ആവും. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഭക്ഷണത്തിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നാച്ചുറലി നമ്മുടെ ഓവർ ഈറ്റിങ്, കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇന്നു മുതൽ ലഞ്ചിന്റെ മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു നോക്കൂ, നിങ്ങൾക്ക് ആ ഭക്ഷണത്തിന്റെ അളവ് സ്വാഭാവികമായിട്ട് കുറയുന്നത് കാണാൻ പറ്റും. എപ്പോഴും വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു 25 കിലോ ഉള്ള ആള് 1 ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടത്. അപ്പൊ 50 കിലോ ഉള്ള ആള് ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും നിർബന്ധമായിട്ട് കുടിക്കണം. വെയിറ്റ് ലോസ് ജേണിയിൽ നിങ്ങൾ വെള്ളം കുടിക്കുന്ന അളവ് നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം, മോണിറ്റർ ചെയ്യണം. അടുത്തൊരു തെറ്റ് എന്ന് പറയുന്നത് കാർഡിയോ എക്സസൈസുകൾ മാത്രമാണ് ഫാറ്റ് ലോസിന് സഹായിക്കുന്നതെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ വർക്കൗട്ടുകൾ ചെയ്യുന്നത് നിർബന്ധം അല്ലെ വെയിറ്റ് ലോസിൽ. അപ്പൊ കാർഡിയോ എക്സസൈസുകൾ വെയിറ്റ് കുറയ്ക്കുന്നതാണ് എല്ലാവരും വിചാരിക്കുന്നത്. അത് സത്യമാണ്, അത് കാലറി ബേൺ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. കാർഡിയോ എക്സസൈസുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വാക്കിംഗ് ഉണ്ടാവും, ജമ്പിങ് ഉണ്ട്, അതുപോലെ സ്വിമ്മിങ്, അങ്ങനത്തെ എക്സസൈസുകൾ.
പക്ഷെ അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസുകൾ. അതായത് സ്ക്വാറ്റ്സ്, പുഷപ്പ്, ലഞ്ചസ് ഇതൊക്കെ ചെയ്യണം. മിനിമം ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസുകൾ ചെയ്യണം. കാരണം എന്താ, ഇങ്ങനെ മസിലുകൾ സ്ട്രോങ് ആവാൻ ഈ എക്സസൈസുകൾ സഹായിക്കും. നമ്മൾ ഒരേ സമയം കൂടുതൽ മസിൽസിനെ വർക്ക് ചെയ്തുകൊണ്ടാണ് സ്ക്വാട്സും പുഷപ്പും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ മസിൽസ് സ്ട്രോങ് ആവും. ഈ മസിൽസ് നമ്മൾ ഉറങ്ങുമ്പോൾ പോലും കാലറി ബേൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വെയിറ്റ് ലോസിൽ വർക്കൗട്ടുകൾ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ കാർഡിയോ എക്സസൈസിന്റെ കൂടെ വെയിറ്റ് എക്സസൈസുകളുടെ കൂടെ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസുകളും കൂടി നിർബന്ധമായിട്ട് ചെയ്യുക. നമ്മൾക്ക് ആയുർഫിറ്റ് എന്നുള്ള വെയിറ്റ് ലോസ് പ്രോഗ്രാം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ ബോഡിക്ക് ഏതാണോ നല്ലത് ആ വർക്കൗട്ടുകൾ പറഞ്ഞു തരും, ഡയറ്റുകൾ പറഞ്ഞു തരും. ഡോക്ടറുടെ നിരീക്ഷണത്തിൽ, ഡയറ്റീഷ്യന്റെയും ഫിറ്റ്നസ് ട്രെയിനറുടെയും നിരീക്ഷണത്തിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക. ഞങ്ങളുടെ ടീം അംഗം നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള വെയിറ്റ് ലോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവര് അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു അല്ലെ. ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ചിരുന്നു, ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് തിരുത്താൻ പറ്റി എന്നുള്ളതൊക്കെ കമന്റിൽ പറഞ്ഞോളൂ കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിൽ പറയുക. തെറ്റായാലും അത് എന്തെല്ലാം ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ പറഞ്ഞോളൂ കേട്ടോ. ലീവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക്